ബോണി, എനിക്ക് ഇത്രമാത്രം അറിയാനുള്ളൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാഷ് നഷ്ടപ്പെടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് ബോണിക്ക് പറയാൻ പറ്റുമോ? 100% പറയും. ഞാൻ അതാ പറഞ്ഞത്, ഇതെന്റെ വിശ്വാസമല്ല, അത് എന്റെ കോൺഫിഡൻസിൽ പറയണത്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ബ്ലോക്ക് ചെയിൻ വെരിഫൈഡ് അല്ല എന്നുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ക്യാഷ് മുഴുവൻ ഞാൻ എടുക്കും. കേൾക്കും, ഉറപ്പാണ്. നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടില്ല എന്ന് 100% ഉറപ്പ് തന്നിരിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിക്കാണോ കൊടുക്കുന്നത്? അല്ല, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതിൽ കമ്പനി ഇല്ല, ക്രിയേറ്റർ ഇല്ല, ആരും ഇല്ല. ഇത് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയ കോഡിംഗ്, ഇതിൽ വെച്ച അൽഗോരിതം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു മറയുമില്ല, സുതാര്യമായിട്ട് നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. 6 മാസം കൊണ്ട് ടോക്കൺ ഫുൾ സോൾഡ് ഔട്ട് ആയി. അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്തിട്ട് അവഞ്ചേഴ്സ് NFT ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടോക്കണിൽ തന്നെ. പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത് നമ്മള്. അപ്പൊ അങ്ങനെയൊക്കെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, പണമുണ്ടാക്കാനുള്ള ശ്രമത്തിൽ പലപ്പോഴും നമ്മൾ വീണു പോവാറുണ്ട്. ഇനി അങ്ങനെയൊരു വീഴ്ച നമുക്ക് സംഭവിക്കരുത്. മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ക്യാഷ് കൊടുത്തുകൊണ്ട് ക്യാഷ് ഇരട്ടിപ്പിക്കാമെന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനി അത്തരത്തിൽ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അതെ, ഒരാളും കൺട്രോൾ ചെയ്യാതെ നമ്മുടെ ക്യാഷ് നമ്മുടെ വാലറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി. അതെ, വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഇനി നമുക്ക് ക്യാഷ് ഉണ്ടാക്കുവാൻ കഴിയും. ഒരാളും ഇത് കൺട്രോൾ ചെയ്യാതെ, അതുപോലെ തന്നെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഇല്ലാതെ നമ്മുടെ ക്യാഷ് ഓരോ ദിവസവും നമ്മുടെ വാലറ്റിലേക്ക് വരുന്നു. നമ്മുടെ പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്ക് പ്രോഫിറ്റ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പരിചയപ്പെടുത്താൻ അതിൻ്റെ പ്രൊമോട്ടർ നമുക്കൊപ്പമുണ്ട്. ആദ്യം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ശേഷം ആ പ്രൊജക്റ്റിനെ കുറിച്ച് A to Z നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, നമസ്കാരം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് ബോണി, കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഇന്നിപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോണ പ്രോജക്റ്റ്, അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. അത് എന്താ പറയാ, ഞാൻ ഒരു ഫുൾ കോൺഫിഡൻസിൽ പറഞ്ഞുതരാം. നമ്മുടെ ഒരുപാട് കമ്പനി നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ കുറച്ച് കാലഘട്ടത്തിനിടയ്ക്ക്. അതൊക്കെ എന്താ വെച്ചാൽ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി തീരുമാനിക്കും നമുക്ക് എങ്ങനെ എത്ര പ്രോഫിറ്റ് തരണം, എത്ര പെർസെന്റേജ് തരണം ഒക്കെ. ഇതിനൊക്കെ മാറ്റി മറിച്ചിട്ട് അതായത് ജനങ്ങൾ തീരുമാനിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ വാലറ്റിൽ വെച്ചിട്ട് അവർക്ക് എത്ര രൂപക്ക് NFT ബൈ ചെയ്യണം. ഇതൊരു NFT പ്രോഗ്രാം ആണ്. അത് എത്ര രൂപക്ക് NFT ബൈ ചെയ്യണം, ഞാൻ വാങ്ങണ NFTക്ക് എത്ര റേറ്റ് ഇടണം, എന്റെ പ്രോഫിറ്റ് ഞാൻ നിശ്ചയിക്കുകയാണ്. ഇതില് കമ്പനി ഇല്ല, ക്രിയേറ്റർ ഇല്ല, ആരും ഇല്ല. ഫുൾ യൂസേഴ്സ് തമ്മിൽ അതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു വേൾഡ് വൈഡ്, അതായത് പേരിനെ എടുത്ത് പറഞ്ഞുതരാം, അവഞ്ചേഴ്സ് NFT എന്നുള്ള പ്രോഗ്രാം. അവഞ്ചേഴ്സ് NFT. യെസ്. അപ്പോൾ അവഞ്ചേഴ്സ് NFT ആണ് ഇന്ന് ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആളുകളിലേക്ക് എത്തിക്കുന്നത്. യെസ്. അപ്പോൾ ആക്ച്വലി ഇതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഇതില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിക്കാണോ കൊടുക്കുന്നത്? അല്ല, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതിൽ കമ്പനി ഇല്ല, ക്രിയേറ്റർ ഇല്ല, ആരും ഇല്ല. ഇത് നമ്മള് എന്താണ് യൂസേഴ്സ് തമ്മിൽ, അതായത് ജനങ്ങൾ തമ്മിൽ. അപ്പോ ഉദാഹരണമായിട്ട് ബോണിയുടെ കയ്യിൽ NFT ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പർച്ചേസ് ചെയ്യാം. അതെ, പർച്ചേസ് ചെയ്യാം. ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് വേണമെന്നുള്ളത്. അതെ, സാർ ഇപ്പൊ എന്റെ NFT സാർ വാങ്ങുകയാണെങ്കിൽ സാറിന് എന്റെ അടുത്ത് ഇപ്പൊ ഒരു 1 lakh NFT ഉണ്ട്, എക്സാമ്പിൾ പറയാം. സാറിന് ഇപ്പൊ ഒരു 10,000 രൂപ NFT പറയുന്നുണ്ടെങ്കിൽ സാർ എന്റെ പർച്ചേസ് ചെയ്യുമ്പോൾ സ്പോട്ടിൽ സാറിന്റെ ഫണ്ട് എന്റെ വാലറ്റിലൂടെ വരുന്നത്. സാർ വാങ്ങുന്ന NFTക്ക് സാറിന് എത്ര രൂപക്ക് എത്ര പെർസെന്റേജ് ലാഭം വേണമെന്ന് സാറിന് എനിക്ക് തീരുമാനിക്കാം. അതെ, ഡിസൈഡ് ചെയ്തിട്ട് സാറിന് സെല്ലിനിടാം. ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വിത്തിൻ 24 hour പറയുന്നത്. ഞാനൊക്കെ ഒരു എന്താ പറയാ, ഒരു 10 hourലൊക്കെ എന്റെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് മാത്രമല്ല ക്യാപിറ്റലും കൂടെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതിൽ ആക്ച്വലി ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്?
ഇത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് എല്ലാവർക്കും അറിയാം മാർവൽ സ്റ്റുഡിയോ പറഞ്ഞ ഒരു ഫിലിം ഉണ്ടായിരുന്നു. ആ ഫിലിമിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഇറക്കിയ NFT-കളാണ്. ഇതിനു മുമ്പ് അവരുടെ ഫസ്റ്റ് പ്രൊജക്ട് ബിനാൻസിൽ എല്ലാവർക്കും അറിയാം, വേൾഡ് വൈഡ് എല്ലാവർക്കും അറിയാം, ടോപ്പ് എക്സ്ചേഞ്ച് ആണ്. അതിൽ അവരൊരു 6 months മുമ്പ് അവരെ ടോക്കൺ ഇറക്കിയിരുന്നു, സെയിം പേരിൽ തന്നെ. 6 മാസം കൊണ്ട് ടോക്കൺ ഫുൾ സോൾഡ് ഔട്ട് ആയി. അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്ത് അവഞ്ചേഴ്സ് NFT ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടോക്കണിൽ തന്നെ. അവരുടെ രണ്ടാമത്തെ പ്രൊജക്ട് ആണ് അവഞ്ചേഴ്സ് NFT. ഇപ്പൊ നമുക്ക് പലപ്പോഴും അറിയാം, ഈ NFT വാങ്ങുക, NFT വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളതാണ് ഇനി ആളുകൾക്ക് അറിയേണ്ടത്. ഇതിൽ എങ്ങനെയാണ് ഇതിനൊക്കെ വിശ്വസിക്കാം നമുക്ക്? സിമ്പിൾ ആയിട്ട്, അതായത് നമുക്ക് ഇതില് അവഞ്ചേഴ്സ് NFT മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ആ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് പോയിട്ട് അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള NFT ചൂസ് ചെയ്യാം. ഏതൊക്കെ NFT, ഓരോ NFT ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ NFT ആവും അതില്. കമ്പനിയിൽ ആരും ഇല്ലല്ലോ. ഓരോ സാറ് ഞാൻ വാങ്ങിയ NFT എന്റെ പേരിലാണ്, ആ NFTകളൊക്കെ സെല്ലിന് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഇഷ്ടമുള്ള NFT ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് സാറിന്റെ വാലറ്റിലൂടെ വന്നു. പിന്നെ നമ്മൾ NFT സെല്ലിന് പോയി. അവിടുന്ന് ഇതേപോലെ വേൾഡ് വൈഡ് ഉള്ള ഇഷ്ടംപോലെ ജനങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അവഞ്ചേഴ്സിന്റെ NFT വാങ്ങാൻ. അപ്പൊ അതിലൂടെ ഒരുപാട് എന്താ പറയാ, ഇതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി വരാനില്ല. അല്ല, ഇത് ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ ആളുകൾക്ക് ട്രസ്റ്റഡ് ആണോ എന്ന് മനസ്സിലാവും, വെരിഫൈഡ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? അതാണ് ഇതിന്റെ വലിയൊരു ഹൈലൈറ്റ്. ഒരുപാട് പ്രോജക്ട് സ്മാർട്ട് കോൺട്രാക്ട് ആണ്, ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യാന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, സാർ ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്റെ റിക്വസ്റ്റ് എന്താ വെച്ചാല്, ഒരു ബ്ലോക്ക് ചെയിനിൽ വെരിഫൈഡ് ആയിട്ടുള്ള പ്രോജക്ട് എങ്ങനെ ജനങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് സാർ എന്തായാലും കാണിച്ചു കൊടുക്കണം. കാരണം വെച്ചാല് അവഞ്ചേഴ്സ് അല്ല, ഏത് പ്രോജക്റ്റ് വന്നാലും സിമ്പിൾ ആയിട്ട് സാറിന് പറഞ്ഞുതരാം. ഇപ്പൊ അവഞ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തത് ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള BP20 ബ്ലോക്ക് ചെയിനിലാണ്. അപ്പൊ നമ്മൾ വാങ്ങുന്ന NFTകളൊക്കെ ഈ BP20 ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കാണാൻ കഴിയും, ഷോ ചെയ്യും. നമ്മൾ വാങ്ങുന്ന NFT ഷോ ചെയ്യാൻ കഴിയും. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് കാണാൻ കഴിയും. റീസെയിലിന് പോയിട്ട് റീസെയിൽ കാണാൻ കഴിയും. മുഴുവനും ബ്ലോക്ക് ചെയിനിൽ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ഈ വെരിഫൈഡ് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കിയ കോഡിംഗ്, ഇതിൽ വെച്ച അൽഗോരിതം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു മറയുമില്ല, സുതാര്യമായിട്ട് നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇതിപ്പോ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ ടീമിനോട് ചോദിച്ചിരുന്നു, നിങ്ങളിപ്പോ ഈ അവഞ്ചേഴ്സിന്റെ ഈ കോഡിയും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു ഇതിന്റെ കോപ്പി ഇറങ്ങുമല്ലോ ചോദിച്ചു. അപ്പൊ അവഞ്ചേഴ്സിന്റെ ടീം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് മാനേജ്മെന്റ് ടീം പറഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇതിന്റെ കോപ്പി ഒരു ദിവസം 100% പ്രോഫിറ്റ് തരാനാണ് ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല. കാരണം അവഞ്ചേഴ്സിന് ഈ വേൾഡിൽ ഒരു ഹൈപ്പ് ഉണ്ട്, അവരുടെ ടോക്കൺസ് ഉണ്ട്. ഇതിനെ വെല്ലാനുള്ള എത്ര പ്രൊജക്ട് വന്നൊരു കാര്യമില്ല ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു അഡ്മിൻ ഇല്ല, പിന്നെ ലോക്കിൻ പീരീഡ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാൾക്ക് നമ്മുടെ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത് നമ്മള്. അപ്പൊ അങ്ങനെയൊക്കെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് അല്ലെ. ഏതൊരാൾക്കും എന്താ പറയാ, ഫുൾ കോൺഫിഡൻസിൽ സാറിന് കൊടുക്കാൻ പറ്റും, ആർക്കും ഇത് ചെയ്യാൻ കഴിയും. ഇതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും പറയാണ്, എന്താ പറയാ, ഇതിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി ഇല്ലത്. ബോണി, എനിക്ക് ഇത്ര മാത്രം അറിയാനുള്ളൂ, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാഷ് നഷ്ടപ്പെടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് ബോണിക്ക് പറയാൻ പറ്റുമോ? 100% പറയും. ഞാൻ അതാ പറഞ്ഞത്, ഇതെന്റെ വിശ്വാസമല്ല, അത് എന്റെ കോൺഫിഡൻസിൽ പറയണത്. ഞാൻ ഈ പ്രോജക്റ്റിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവും. ഈ ക്യാഷ് തിരിച്ചു കൊടുക്കോ ഇവര് ഏറ്റെടുത്ത്? ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു നാളെ ഈ ബ്ലോക്ക് ചെയിൻ വെരിഫൈഡ് അല്ല എന്നുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ക്യാഷ് മുഴുവൻ ഞാൻ ഏൽക്കും. ഉറപ്പാണ്. ബോണി കോഴിക്കോട്ടുകാരനാണ്, ബോണി ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടില്ല എന്ന് 100% ഉറപ്പ് തന്നിരിക്കുകയാണ്. സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അത് മാത്രമല്ല, സ്മാർട്ട് കോൺട്രാക്ട് വെറും സ്മാർട്ട് കോൺട്രാക്ട് അല്ല, വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ക്യാഷ് ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. അഡ്മിൻ ഇല്ല, ലോക്കിൻ പീരീഡ് ഇല്ല, ഒന്നുമില്ല. NFT നിങ്ങൾ വാങ്ങുന്നു, നിങ്ങൾ മറ്റൊരാൾക്ക് വിൽക്കുന്നു. വിൽക്കുന്ന സമയത്ത് നിങ്ങൾ വിൽക്കുന്ന NFT ക്യാഷ് നിങ്ങളുടെ വാലറ്റിലേക്ക്, പ്രോഫിറ്റ് അടക്കം നിങ്ങളുടെ വാലറ്റിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് ക്യാഷ് ആക്കി മാറ്റാം. ഇതാണ് പ്രൊജക്റ്റ്. അപ്പോൾ ഇത്രയും വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് വലിയൊരു അവസരമാണ്, ഒരിക്കലും തന്നെ മിസ് ചെയ്യരുത്. ബോണി, ഇനി എനിക്കറിയേണ്ടത്, ഇതിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ USDT പറ്റിയോ അല്ലെങ്കിൽ ക്രിപ്റ്റോയെ പറ്റിയോ NFT പറ്റിയോ ക്രിപ്റ്റോ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഇല്ലേ, അതേപോലുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണിത്. നമുക്കിത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡിലുള്ള വാലറ്റുകൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് എക്സാമ്പിൾ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ ബോക്സ്, സേഫ് വാലറ്റ്, അങ്ങനെയുള്ള വാലറ്റുകളൊക്കെ ഇത് യൂസ് ചെയ്യാൻ കഴിയും. അതിന് എന്താണ് USDT കാര്യങ്ങളൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റി ടീം ഉണ്ട്. നമ്മളൊരു വലിയൊരു
വിങ്ങനെ ഞങ്ങൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ ഞങ്ങൾ കൊണ്ടുവന്ന എങ്ങനെയാ വെച്ചാൽ ഇത് ഒരു ഫണ്ട് ഞങ്ങൾ വാങ്ങുന്നില്ല ഇതില്. ഇതിൽ വരുന്ന എന്താ പറയാ, ഇതിൽ ജോയിൻ ചെയ്യാൻ ഉള്ള ആൾക്കാർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ വീട്ടിലിരുന്ന് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഈ എഡ്യൂക്കേഷൻ ഫുൾ ആയിട്ട് നിങ്ങൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. 100% ഡെയിലി സൂം ഉണ്ടാവും. കാര്യങ്ങൾ ഇപ്പോ പിന്നെ വാലറ്റുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ടോക്കൺ പോക്കറ്റോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അതിന്റെ ആ ആപ്ലിക്കേഷന്റെ യൂസേജ് എങ്ങനെയാന്നുള്ളതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഫുള്ള് പറഞ്ഞു കൊടുക്കും. USDT എങ്ങനെ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം, എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ, പലപ്പോഴും എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ച് പറയാറുണ്ട്, അനസ് ഭായ് ഞങ്ങളെ ജോയിൻ ചെയ്യിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവർക്ക് കിട്ടേണ്ട കമ്മീഷൻ അവർക്ക് കിട്ടിയപ്പോൾ പിന്നെ അവരുടെ പൊടി പോലും കാണുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു അവസരം അവർക്ക് നിങ്ങൾ കൊടുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾ അവർക്ക് കൊടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. 100%. അതിന് ഞങ്ങൾ ബ്ലാക്ക് റോക്സ് ടീം തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ എന്താ പറയാ 24/7 അവർ എന്താ ഉണ്ടാവും, എഡ്യൂക്കേഷൻ പരിപാടി ഉണ്ടാവും, ഡെയിലി സൂം ഉണ്ടാവും, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാ ഡീറ്റെയിൽസും NFT എങ്ങനെ ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളെ ഒരാൾ നേരിട്ട് കാണണം അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതിനോട്ട്, കാരണം ഇതിൽ നമുക്ക് മറല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എവിടെയാണ് നമ്മളിപ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, കാലിക്കറ്റ് ആണ്, കാലിക്കറ്റ് എവിടെ വേണമെങ്കിൽ അവർക്ക് വരാൻ നേരിട്ടിരുന്ന് ഞങ്ങളിത് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇവർ ഇതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ മക്കളെ, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾക്ക് ഈ അവഞ്ചേഴ്സ് NFT ഭാഗമായിട്ട് നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കും ക്യാഷ് കൊടുക്കേണ്ട, ലോക്ക്-ഇൻ പീരീഡ് ഇല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 6 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടോ പിൻവലിക്കാൻ പറ്റൂ എന്ന് പറയുന്നില്ല. അതൊന്നുമില്ല. നിങ്ങൾക്ക് 24 മണിക്കൂറിനകം നിങ്ങളുടെ പ്രോഫിറ്റ് അടക്കം നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ എത്തുന്നു. ഈ വാലറ്റിൽ എത്തുക മാത്രമല്ല, ഫുൾ ടൈം നിങ്ങളുടെ വാലറ്റിൽ തന്നെയാണ്. പ്രോഫിറ്റ് അടക്കം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതുമാണ്. സോ ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നുന്നത് വെരിഫൈഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റോടെ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ തന്നെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇന്ന് തന്നെ ഈ അവഞ്ചേഴ്സ് NFT ഭാഗമാകാൻ നോക്കുക. അപ്പോൾ ബോണി, ഒരുപാട് താങ്ക്സ് പറയുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിച്ച ഒരു പ്രൊജക്റ്റാണ് ഇന്ന് നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സോ ഒരുപാട് താങ്ക്സ്.